മടി എന്നത് മനുഷ്യജീവിതത്തിൻ്റെ ഒരു സ്വാഭാവിക ഭാഗമാണ്. ഇത് നമ്മിൽ എല്ലാവർക്കും ചിലപ്പോഴെങ്കിലുമൊക്കെ അനുഭവപ്പെടുന്ന ഒരു തോന്നലാണ്. എന്നാൽ എപ്പോഴും മടി പിടിച്ചിരുന്നാലോ? വാസ്തവത്തിൽ അലസത പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നിറവേറ്റുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു. കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ചെറിയ ചുവടുകൾ എടുക്കുമ്പോൾ നമ്മൾ സ്വയം അഭിമാനിക്കാൻ തുടങ്ങുകയും നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ നേട്ടമുണ്ടാക്കുകയും ചെയ്യും. ഇന്ന് നമുക്ക് അലസമായി ജീവിക്കുന്ന ഒരു ബാലന്റെ കഥ കേൾക്കാം. ശാന്തമായ ഒരു ഗ്രാമത്തിൽ രവി എന്നു പേരുള്ള ഒരു ബാലൻ താമസിച്ചിരുന്നു. ഗ്രാമം മുഴുവൻ അദ്ദേഹം അറിയപ്പെടുന്നത് നേട്ടങ്ങൾ കൊണ്ടല്ല, മറിച്ച് അവൻ്റെ അലസത കൊണ്ടാണ്. മറ്റുള്ളവർ വയലിൽ പണിയെടുക്കുകയോ ഭക്ഷണം ശേഖരിക്കുകയോ ദൈനംദിന ജോലികൾ നടത്തുകയോ ചെയ്യുമ്പോൾ രവി എപ്പോഴും വലിയ ഒരു ആൽമരത്തിൻ്റെ തണലിൽ വിശ്രമിക്കുന്നതും ചുറ്റുമുള്ള ലോകത്തെ സ്വപ്നതുല്യമായി നോക്കുന്നതും കാണാം. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ മഹത്തായതായിരുന്നു. സമ്പത്തും വിജയവും നിറഞ്ഞതായിരുന്നു അത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ഒന്നും തന്നെയില്ലായിരുന്നു. ജീവിതം എപ്പോഴും എളുപ്പമായിരിക്കണം, കഠിനാധ്വാനം കൂടാതെ തന്നെ നല്ല കാര്യങ്ങൾ വരുമെന്ന് രവി എന്നും വിശ്വസിച്ചു. ഒരു ദിവസം ഒരു വിശുദ്ധൻ അവരുടെ ഗ്രാമത്തിലേക്ക് വന്നു. വിശുദ്ധൻ ഒരു ജ്ഞാനിയായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം ഗ്രാമവാസികൾക്ക് തൻ്റെ അറിവ് പകർന്നു നൽകും. ഗ്രാമവാസികളാകട്ടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ ആകാംക്ഷയുള്ളവരായിരുന്നു. പതിവ് പോലെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ രവി കിടക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. രവി വിശുദ്ധൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ ഒരിക്കലും രവിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. സന്യാസി രവിയെ സമീപിച്ചു പറഞ്ഞു, ചെറുപ്പക്കാരാ, നീ എന്താ എപ്പോഴും ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? എപ്പോഴും അലസതയാണല്ലോ. രവി ഒന്നും മറുപടി പറയാതെ അവിടെ തന്നെ കിടന്നു. നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാമോ? എന്നെ പോലുള്ളൊരു മടിയന് എന്ത് ചെയ്യാൻ കഴിയും? നീ ഗ്രാമത്തിന് മുകളിലുള്ള ആ ഉയർന്നു നിൽക്കുന്ന വലിയ പർവ്വതത്തിൽ കയറണം. അതിൻ്റെ ഏറ്റവും ഉയർച്ചയിൽ നീ ഒരു സ്വർണ്ണ തൂവൽ കണ്ടെത്തും. ഏറ്റവും സ്ഥിരോത്സാഹവും ദൃഢനിശ്ചയമുള്ളവർക്ക് മാത്രം വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു അപൂർവവും മനോഹരവുമായ ഒരു തൂവൽ. അത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. മലയോ? അതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല. ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോലും എനിക്ക് മടിയാണ്. നിങ്ങൾക്ക് വേറൊരാളെ നോക്കാൻ പറ്റില്ലേ? ഒന്നും എളുപ്പമാകില്ല, പക്ഷേ അത് വളരെയധികം വിലമതിക്കും. നീ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് ആ സ്വർണ്ണ തൂവൽ. നിന്റെ ഭാവനയ്ക്കപ്പുറമുള്ള ഒരു ജ്ഞാനവും ശക്തിയും അത് ഉൾക്കൊള്ളുന്നു. നിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഈ യാത്ര. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും രവിയുടെ ആകാംക്ഷ ഉണർന്നു തുടങ്ങി. ഇത്രയും സവിശേഷമായൊരു തൂവൽ അവനൊരിക്കലും കണ്ടിട്ടില്ല. അസാധാരണമായ എന്തെങ്കിലും കൈവശം വയ്ക്കാനുള്ള സ്വപ്നം അവനെ കൗതുകപ്പെടുത്തി. പിറ്റേന്ന് രാവിലെ രവി മലയിലേക്ക് പുറപ്പെട്ടു. കുത്തനെയുള്ള പാതയായിരുന്നു. ഉയരം കൂടുന്തോറും ശരീരം വേദനിക്കാൻ തുടങ്ങി. അവൻ വേഗം തളർന്നു. ഓരോ ചുവടും ശ്വാസം മുട്ടി. തിരിച്ചു പോയാലോ? ഇതെന്നെ കൊണ്ടോ കഴിയുമെന്ന് തോന്നുന്നില്ല, അവൻ സ്വയം പിറുപിറുത്തു. എന്നാൽ താഴേക്ക് നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത് താൻ എത്ര ദൂരെ എത്തി എന്നത്. അവന് അഭിമാനം തോന്നി. ബുദ്ധിമുട്ടായിരുന്നു, എന്നാൽ ഓരോ ചുവടിലും അവന് സംതൃപ്തി തോന്നി തുടങ്ങി. ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ മുന്നോട്ട് തുടർന്നു. അവൻ കയറുന്തോറും ഓരോ ചുവടുവയ്പിലും ആ കാഴ്ച കൂടുതൽ മനോഹരമായി. കൊടുമുടികളിൽ സൂര്യന്റെ ചൂടുള്ള പ്രകാശം നിറഞ്ഞു. തളർന്നെങ്കിലും രവിയുടെ ഉള്ളിൽ സന്തോഷം തോന്നി തുടങ്ങി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രവി മലയുടെ നെറുകിലെത്തി. അവിടെ അവൻ ഒരു തൂവൽ കണ്ടെത്തി. അത് സൂര്യനെ പോലെ തിളങ്ങി. അതിൻ്റെ ചാരുതയും സൗന്ദര്യവും അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായി. അതുവരെ ഇല്ലാത്ത ഒരു സമാധാനം അനുഭവിച്ചുകൊണ്ട് രവി വളരെ നേരം ആ തൂവലിൽ നോക്കി നിന്നു. അവൻ മലയിറങ്ങാൻ തുടങ്ങി. അവൻ്റെ ശരീരം വേദനിച്ചു. ഊർജം ഏതാണ്ട് ക്ഷയിച്ചു തുടങ്ങി. ഇനി കുറച്ച് ചുവടുകൾ കൂടെയല്ലേ ഉള്ളൂ, ഞാൻ ഇതുവരെ എത്തിയില്ലേ? അങ്ങനെ അവൻ സ്വയം പ്രോത്സാഹിപ്പിച്ചു. ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ രവി തൻ്റെ കയ്യിലെ തൂവലിനെ കുറിച്ച് ഓർത്തു. എന്നാൽ അതിലുപരിയായി തൻ്റെ നേട്ടം, അഭിമാനം, തൻ്റെ ശക്തി, പഴയതുപോലെ ഇപ്പോൾ അലസതയില്ല എന്നതിനെക്കുറിച്ചാണ് അവൻ ചിന്തിച്ചത്. ഒടുവിൽ രവി ഗ്രാമത്തിൽ മടങ്ങിയെത്തിയപ്പോൾ ആൽമരത്തിനരികിൽ സന്യാസിയും കാത്തു നിൽക്കുന്നത് കണ്ടു. രവി ബഹുമാനത്തോടെ തന്നെ മനോഹരമായ തൂവൽ അദ്ദേഹത്തിന് കൈമാറി. നിന്റെ അലസതയ്ക്ക് അപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ നിനക്കെന്ത് നേടാനാകും എന്നതിൻ്റെ പ്രതീകമാണ് ഈ തൂവൽ.
യഥാർത്ഥ സമ്പത്ത് സുഖത്തിലല്ല, പരിശ്രമത്തിലാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ നിധികൾ ലഭിക്കുന്നത് കഠിനമായ യാത്രയിൽ നിന്നാണ്. രവി ഒരു നിമിഷം നിശബ്ദനായി നിന്നു. അവൻ തന്റെ അലസതയെ മറികടന്നു. അന്നു മുതൽ അധ്വാനമില്ലാതെ സമ്പത്ത് സ്വപ്നം കണ്ടിരുന്ന കുട്ടിയായിരുന്നില്ല രവി. കഠിനാധ്വാനത്തിന്റെ മൂല്യം അവൻ പഠിച്ചു. അതിന്റെ ഫലമായി അവൻ ഒരിക്കലും സങ്കല്പിക്കാത്ത വിധത്തിൽ അവന്റെ ജീവിതം മാറാൻ തുടങ്ങി. രവിയുടെ കഥ അവസാനിക്കുമ്പോൾ നമുക്കെന്താണ് മനസ്സിലാകുന്നത്? അലസത താൽക്കാലിക ആശ്വാസം നൽകിയേക്കാം, എന്നാൽ ശാശ്വതമായ പ്രതിഫലം നൽകുന്നത് പരിശ്രമവും ദൃഢനിശ്ചയവുമാണ്. നമ്മുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് പുറത്തു കടന്ന് വെല്ലുവിളികളെ നേരിട്ടാൽ മാത്രമേ നമുക്ക് വളരാനും നാം സ്വപ്നം കാണുന്ന കാര്യങ്ങൾ നേടാനും കഴിയൂ. ഓർക്കുക, യഥാർത്ഥ വിജയം ഉണ്ടാകുന്നത് കാര്യങ്ങൾ സംഭവിക്കാൻ കാത്തിരിക്കുന്നതിൽ നിന്നല്ല, മറിച്ച് കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെയും ഓരോ ദിവസവും മികച്ചവരാകാൻ നമ്മെ തന്നെ പ്രേരിപ്പിക്കുന്നതിലൂടെയുമാണ്.